ഈ ആസ്ട്രോനട്ടിന് വർഷത്തിൽ ലക്ഷക്കണക്കിന് ഡോളർ ശമ്പളമായി കൊടുക്കുന്നു. അവന്റെ ഒരേ ഒരു ജോലി മൂണിന്റെ സർഫേസിൽ നിന്ന് ഹീലിയം എക്സ്ട്രാക്ട് ചെയ്ത് ഭൂമിയിലേക്ക് അയക്കുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 വർഷം അവൻ അവിടെ തനിച്ചാണ് കഴിയേണ്ടത്. അവൻ അവിടെയുള്ള ഒരേ ഒരു കൂട്ട് ഒരു റോബോട്ട് മാത്രമാണ്. തന്റെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അവന്റെ കോൺട്രാക്ട് കഴിയാൻ ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അവൻ ഫാമിലിയെ കാണാമെന്ന് വളരെയധികം സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് അവൻ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാലും അവൻ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു ദിവസം അവൻ റോവറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഒരു പാറയിൽ ഇടിച്ച് ആക്സിഡന്റ് ആവുന്നു. അതിനുശേഷം കണ്ണു തുറക്കുമ്പോൾ അവൻ ബേസിലാണ്. അപ്പോൾ അവന്റെ റോബോട്ട് ആരോടോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കുന്നു. പക്ഷെ സാം അതിനോട് ചോദിക്കുമ്പോൾ ആരോടും സംസാരിച്ചില്ലെന്ന് പറയുന്നു. അതേസമയം വളരെയധികം സ്ട്രേഞ്ച് ആയി അവന് സുഖമായിട്ടും റോബോട്ട് അവനെ പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. ദേഷ്യം വന്ന സാം അവൻ തന്നെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി അത് ശരിയാക്കിയില്ലെങ്കിൽ ബേസ് നശിക്കുമെന്ന് റോബോട്ടിനോട് പറയുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ റോബോട്ട് അവനെ പുറത്തയക്കുന്നു. അതിനുശേഷം സാം തനിക്ക് ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നു. അവിടെ ഒരു റോവർ ആക്സിഡന്റ് ആയി കിടക്കുന്നു. അതിനകത്ത് മറ്റൊരു ആസ്ട്രോനട്ട് ബോധമില്ലാതെ കിടക്കുന്നു. ഉടനെ അവനെയും കൊണ്ട് ബേസിലേക്ക് വന്ന സാം അവന്റെ ഫേസ് കണ്ട് ഷോക്കാവുന്നു. കാരണം അവർ സാമിനെ പോലെ തന്നെ ഒരു ക്ലോണിനെ ഉണ്ടാക്കിയിരിക്കുന്നു. ദേഷ്യം വന്ന സാം റോബോട്ടിനോട് ചോദിക്കുമ്പോൾ അതൊന്നും പറയുന്നില്ല. അതിനുശേഷം സാമും ക്ലോണും ബേസിൽ ഒന്നിച്ചു കഴിയുന്നു. ദിവസങ്ങൾ പോകുന്തോറും സാമിന്റെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു. സാം തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതിനായി ഡേറ്റാബേസിൽ ചെക്ക് ചെയ്ത് നോക്കുന്നു. പാസ്വേഡ് ഇല്ലാതെ അവനത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ആ റോബോട്ട് മുന്നോട്ട് വന്ന് അവന് പാസ്വേഡ് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് സാം ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും ക്ലോൺസ് ആണ്. അവർക്കുള്ള മെമ്മറി, ഫാമിലി എല്ലാം അവർ തന്നെ ഫീഡ് ചെയ്തതാണ്. അത് മാത്രമല്ല 3 വർഷത്തിന് ശേഷം അവരെ ഭൂമിയിലേക്ക് അയക്കുമെന്ന് പറയുന്ന പോഡ് അവരെ ഭൂമിയിലേക്ക് അയക്കില്ല. അതിനകത്ത് വെച്ച് തന്നെ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു.